الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله صلى الله على نبينا محمد واله وصحبه اجمعين. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم شر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ما نصحه للبيت اللهم صل സൂക്ഷ്മതയും ക്രമവും ചിട്ടകളുമാർന്നിട്ടുള്ള നയിക്കാൻ എന്നോടും ഓരോരുത്തരോടും പുലർത്തുന്നു. എന്ന ഗ്രന്ഥത്തിലൂടെ അതിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. ഇത് ഏറ്റവും ഒടുവിലത്തെ അധ്യായം നിഫാസുമായി ബന്ധപ്പെട്ട വിധികളെ സംബന്ധിച്ചുള്ള അധ്യായമാണ്. ഇത് മൂന്നാമതായിട്ട് ഹൈദും അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളുമാണ് സംസാരിക്കുന്നത്. അത് ഹൈദും അഹ്കാമും, ഹൈദും അതിന്റെ വിധികൾ. അല്ലാഹു തആല പറയുന്നു, വയസ്അലൂനക അനിൽ മഹീദ്, അവർ താങ്കളോട് ഹൈദിനെ സംബന്ധിച്ച് ചോദിക്കുന്നു. നബിയെ താങ്കൾ പറയണം, അവൻ അത് ഹൈദ് രക്തം എന്നത് മാലിന്യമാണ്. അതുകൊണ്ട് ഹൈദ് ഉള്ളതായ സമയത്ത് നിങ്ങൾ സ്ത്രീകളുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത്, അവരെ മാറ്റി നിർത്തണമെന്ന് പറഞ്ഞാൽ അവരിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കണം എന്ന് പറഞ്ഞാൽ ലൈംഗിക ബന്ധത്തിൽ ചെയ്യാൻ പാടില്ല, ഏർപ്പെടാൻ പാടില്ല. ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുക എന്ന് പറഞ്ഞാൽ പുരുഷലിംഗം സ്ത്രീലിംഗവുമായിട്ട് ബന്ധപ്പെടാൻ പാടില്ല എന്നുള്ളതാണ്. അവർ ഹൈദിൽ നിന്ന് ശുദ്ധിയാക്കുന്നവരെയും നിങ്ങൾ അവരെ ആ രീതിയിൽ സമീപിക്കരുത്. ഇങ്ങനെ അവരെ ശുദ്ധിയാക്കി കഴിഞ്ഞാൽ അള്ളാഹു നിങ്ങളോട് കൽപ്പിച്ച പ്രകാരം നിങ്ങൾ അവരെ സമീപിച്ചു കൊടുക്കുക. അള്ളാഹു കിട്ടുന്ന സൗകര്യമുള്ളവരെയും ശുദ്ധി പുലർത്തുന്നവരെയും ഉണ്ടാകുന്നു. ഇതാണ് വിഷയവുമായി ബന്ധപ്പെട്ട് ഖുർആനിൽ ഹൈബ് എന്ന് പറഞ്ഞാൽ വജിബില്ല. ഹൈബ് എന്ന് പറയുന്നത് പ്രകൃത്യ സ്ത്രീകൾക്ക് ഉണ്ടാകുന്നതായ രക്തമാണ്, പ്രകൃത്യാലുള്ളതായ രക്തമാണ്. അത് എവിടെ നിന്നാണ് വരിക? സ്ത്രീകളുടെ ഗർഭാശയത്തിന്റെ അറ്റത്ത് നിന്നാണ്, അതിന്റെ ഉൾഭാഗത്ത് നിന്നാണ് പുറപ്പെടുന്നത്. അറിയപ്പെട്ട സാധാരണ രീതിയിൽ അറിയപ്പെട്ടതായ സന്ദർഭങ്ങളിൽ ഇതെന്തിനാണ് അള്ളാഹു സൃഷ്ടിച്ചത്? ഉമ്മയുടെ വയറ്റിൽ വളരുന്ന ഗർഭസ്ഥ ശിശുവിന്റെ അവർക്ക് ഭക്ഷണം എന്നുള്ള ഹിക്മത്തിന്, എന്നുള്ള യുക്തിക്ക് വേണ്ടിയിട്ടാണ്, അവരുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് അള്ളാഹു ഉദ്ദേശിക്കുന്നത് ഈ രക്തം സൃഷ്ടിച്ചിരിക്കുന്നത്. എന്താണ് ഈ ഗർഭസ്ഥ ശിശു കിട്ടുന്നത്? അതിന് ഭക്ഷണം ആവശ്യമാണ് എന്നുള്ള കാരണത്താൽ. ഇത് ഈ ഗർഭസ്ഥ ശിശു ഈ മാതാവിന്റെ ഭക്ഷണം പങ്കിട്ടെടുത്താൽ സ്വാഭാവികമായിട്ടും അവരുടെ ഊർജം അല്ലെങ്കിൽ അവർക്ക് ലഭിക്കേണ്ട ആരോഗ്യം ചിലപ്പോൾ ബലഹീനമായിരുന്നു.
പ്രത്യേകമായിട്ട് ചെയ്യുകയാണ്. ഭക്ഷണം എന്നോണമാണ് ഇത് സംവിധാനം ചെയ്യുന്നത്. രക്തം ഇതായിരിക്ക പല അന്തീയമാക്കും. അതുകൊണ്ട് തന്നെ ഒരു സ്ത്രീക്ക് ഗർഭം ധരിക്കുന്നത് സ്വാഭാവികമായിട്ടാണ് അറിയുന്നത് എപ്പോഴാണ് മാസത്തിലേക്ക് വരുന്ന രക്തം വരാതിരിക്കുന്നു എന്നുള്ളതിലൂടെയാണ്. അപ്പോൾ ഗർഭിണിയായിരിക്കുന്ന സമയത്ത് സാധാരണ രീതിയിൽ ചെയ്യില്ല, കൈവ് രക്തം സ്ത്രീക്ക് വരാതില്ല, അപൂർവമായിട്ട് എന്തെങ്കിലും വന്നാലോ. അപ്പോ കാരണം ആ രക്തം ചെയ്യാൻ പ്രത്യേകതല്ലാതെ അത് ഗർഭസ്ഥ ശിശുവിന്റെ ഭക്ഷണമായിട്ട് എന്തിയാണ് മാതൃകയാണ്. ഇനി ഈ കുട്ടി പ്രസവിച്ചു കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിനെ എന്ത് ചെയ്യും? മാതാവിന്റെ മാറിടത്തിൽ അതിന് ചുറ്റും പാലായിട്ട് പരിവർത്തിപ്പിക്കും. അത് മുഖേന ചെയ്യാൻ വേണ്ടിയിട്ട് ഈ കുട്ടിക്ക് പാൽ കുടിക്കാൻ വേണ്ടിയിട്ട്, ഭക്ഷണം കുടിക്കാൻ വേണ്ടിയിട്ട്, കഴിക്കാൻ വേണ്ടിയിട്ട് വലുതായി അതുകൊണ്ട് തന്നെ മുലയൂട്ടുന്ന സ്ത്രീകളും എന്ത് ചെയ്യുക, അവർക്കും പറയുന്ന കൈവരക്കം ഉണ്ടാവുക എന്ന് വളരെ കുറവാണ്. അങ്ങനെ ഗർഭവും അതേപോലെ തന്നെ മുലയൂട്ടലെല്ലാം പൂർത്തിയായി കഴിഞ്ഞാൽ പിന്നെ ഇത് സ്വാഭാവികമായിട്ടും ഈ രക്തം അത് അവിടെ തന്നെ അവശേഷിക്കും. പിന്നീട് വേറെ എന്തെങ്കിലും തിരിച്ചുവിടാനില്ല, ഗർഭസ്ഥ ശിശുവില്ല, അതുപോലെ തന്നെ മുല കുടിക്കുന്ന കുട്ടിയുമില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും? അത് ഈ ഗർഭാശയത്തിന്റെ തുടരുകയും ഓരോ മാസം ചെയ്യും, പുറന്തള്ളുകയും ചെയ്യും. പിന്നീട് അതിനുശേഷം ഓരോ മാസത്തിലും 6 ദിവസമോ അല്ലെങ്കിൽ 7 ദിവസമോ എന്ത് ചെയ്യുന്നു? അത് പുറത്തേക്ക് പോകുന്നു. ചിലപ്പോൾ അതിനേക്കാൾ കൂടുതലാകാം, അല്ലെങ്കിൽ കുറവാകാം. അപ്പോ ഓരോ സ്ത്രീകളുടെയും പറയുന്ന മാസം എന്ത് ചെയ്യും? ചിലപ്പോ നീളുകയും കുറയുകയും ചെയ്യും. അള്ളാഹു എങ്ങനെയാണോ അവരുടെ ചെയ്യുന്നത്, ശ്രദ്ധിച്ചിരിക്കുന്നത് അതേപ്രകാരം. ഈ പ്രധാന ഹൈദ് ഉദ്ദേശിക്കുന്നതാണ്. وللحائض خلال حيضها وعند نهايته أحكام مفصلة في الكتاب والسنة. ഹൈദ് ഉണ്ടായി കഴിഞ്ഞാൽ ഹൈദ് എന്തുണ്ട്? ഹൈദ് കാര്യമില്ല. ഹൈദ് ഉണ്ടാകുന്ന സ്ത്രീക്ക് അത് ഉണ്ടാകുന്ന സന്ദർഭത്തിൽ ഹൈദ് വരുന്നതായ കാലയളവിലും അത് അവസാനിക്കുന്ന സമയത്തും ചില വിശദമായ വിധിയിലേക്ക് പഠിപ്പിക്കപ്പെടുന്നുണ്ട്. ഒന്നാമത്തെ മസല من هذه الأحكام أن الحائض لا تصلي. അതിൽപ്പെട്ട ഒന്നാമത്തെ മസല എന്താണ്? ഹൈദുകാരി പാടില്ല, നിസ്കരിക്കാൻ പാടില്ല, വല തസൂം നോമ്പെടുക്കാൻ പാടില്ല, ഹാല ഹൈദില്ല ഹൈദ് വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് പാടില്ല, നമസ്കാരം നോമ്പ് പാടില്ല. قال عليه الصلاة والسلام فاطمة بنت أبي حبيش فاطمة بنت أبي حبيش പറഞ്ഞു إذا أقبلت الحيض فدعي الصلاة. ഹൈദ് വന്നു കഴിഞ്ഞാൽ നീ എന്ത് ചെയ്തോ? നമസ്കാരത്തെ വിട്ടേക്കുക എന്ന് പറഞ്ഞു. അതുപോലെ ഈ ഒരു സ്ത്രീ ഹൈദുകാരിയായി നമസ്കരിച്ചാൽ അല്ലെങ്കിൽ നോമ്പ് അനുഷ്ഠിച്ചാൽ അതെന്താവുകയില്ല, അവരുടെ നോമ്പ് നമസ്കാരം സഹിയാവുകയില്ല, ശരിയാവുകയില്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചതാണ്, ഒരു കാര്യത്തിൽ ചോദിച്ചാൽ അതിനർത്ഥം അത് ചെയ്തതിന് എന്താവില്ല, സഹിയാവുകയില്ല എന്നതിന്റെ നേട്ടം. മാത്രമല്ല അങ്ങനെ ചെയ്യുന്നത് മുഖേന അവൾ അല്ലാഹുവിനോടും അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടും എതിര് പ്രവർത്തിച്ചവളാകും, ധിക്കാരം കാണിച്ചവളായി മാറുകയും ചെയ്യും. അപ്പൊ അത് പാപകരവുമാണ്. നമസ്കരിക്കാൻ പാടില്ല, സമയത്ത് നോമ്പെടുക്കാൻ പാടില്ല. അത് മാത്രമല്ല നോമ്പും നമസ്കാരവും സഹിയാവുകയില്ല. അത് ചെയ്യുന്നത് മുഖേന അവളതാവും പാപിയായി ചെയ്യുകയും ചെയ്യും. ഇതാണ് ഒന്നാമത്തെ മസല. രണ്ടാമത്തെ മസല ഇനി ഇങ്ങനെ ഹൈദ് എന്ന് ശുദ്ധിയായി കഴിഞ്ഞാൽ അതിന്റെ പരമാർത്ഥയുടെ പണ്ഡിതന്മാരുടെ ഏകോപിച്ച അഭിപ്രായ പ്രകാരം ഹൈദുള്ള സ്ത്രീ ശുദ്ധിയായി കഴിഞ്ഞാൽ എന്ത് ചെയ്യണം?
ആ സമയത്ത് നഷ്ടപ്പെട്ടു പോയി നോമ്പിനെ അവധിയാണ്, പിടിച്ചു വീഴണം. എന്നാൽ നമസ്കാരത്തിൽ എന്ത് ചെയ്യണമെന്നില്ല, പിടിച്ചു വീഴേണ്ടതില്ല എന്നുള്ളതാണ്. ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, കുന്നാ നഹീബു അലാ അഹ്ദി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫകുന്നാ നഅ്മുറു ബിഖളാഇ സൗം. ഞങ്ങൾ റസൂലുള്ളാഹിയുടെ കാലത്ത് ഞങ്ങൾക്ക് ഹൈദ് ഉണ്ടാകുമ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫകുന്നാ നഅ്മുറു ബിഖളാഇ സൗം, നോമ്പ് ഖളാ കിട്ടാൻ ഞങ്ങളോട് കൽപ്പിക്കപ്പെടുമായിരുന്നു. ഞങ്ങൾക്ക് നോമ്പ് ആ സമയത്ത് നഷ്ടപ്പെട്ടു പോയ നോമ്പ് വീണ്ടും കിട്ടണമെന്ന് ഞങ്ങളോട് പറയുന്നുണ്ട്. എന്നാൽ നമസ്കാരം ഖളാ കിട്ടേണ്ടതില്ല, അത് കിട്ടാൻ ജീവിതത്തിൽ ഞങ്ങളോട് കൽപ്പിച്ചിട്ടില്ല. ഇത് ബുഖാരി മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസാണ്. അതാണ് രണ്ടാമത്തെ മസല. സമയത്ത് നമസ്കാരവും നോമ്പ് പറ്റില്ല, ചെയ്ത് കഴിഞ്ഞാൽ റാബിയ ചെയ്യും. രണ്ടാമത്തെ മസല നോമ്പ് ചെയ്യണം, പിടിച്ചു വിടണം, നമസ്കാരം ചെയ്യത്തില്ല, പിടിച്ചു വിടേണ്ടതില്ല. മൂന്നാമത്തെ മസല ومن أحكام الحائض أنها لا يجوز لها أن تطوف بالبيت. ഹൈദുകാരിയെ സംബന്ധിച്ചിടത്തോളം അവൾക്ക് പരിശുദ്ധ കഅബ തവാഫ് ചെയ്യാൻ അനുവദനീയമല്ല. വലാ തഖറഉൽ ഖുർആൻ, പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യരുത്. വലാ തജ്ലിസു ഫിൽ മസ്ജിദ്, പള്ളിയിൽ താമസിക്കരുത്. വയഹ്റുമു അലാ സൗജിഹാ ഖത്റുഹാ ഫിൽ ഫർജി ഹത്താ യൻഖതിഅ ഹൈദുഹാ വതഗ്തസിൽ. അതേപോലെ ഹൈദുള്ള സമയത്ത് അവളുടെ ഭർത്താവിന് അവളുടെ ഭർത്തിൽ ലൈംഗികബന്ധത്തിലേർപ്പെടുക, മുൻഭാഗത്ത് കൂടി ഇത് ചെയ്യുക. അതുകൊണ്ടാണ് സാധാരണ ലൈംഗികബന്ധത്തിലേർപ്പെടുക. അപ്പോ ഭർത്തില് എന്ത് ചെയ്യുക, മുൻഭാഗത്ത് പകുതി ചെയ്യുക, ലൈംഗികബന്ധത്തിലേർപ്പെടുക എന്നൊന്നും പാടില്ല. അവൾ ശുദ്ധിയായി കുളിക്കുന്നവരെ നിശ്ചിതമാക്കപ്പെട്ട കാര്യമാണ്. അതുമായിട്ട് എന്ത് ചെയ്യണം, ലൈംഗികബന്ധത്തിലേർപ്പെടുക എന്നൊന്നും പാടില്ലാത്ത കാര്യമാണ്. അപ്പോ വാക്ക് ചെയ്യാൻ പാടില്ല, പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാൻ പാടില്ല, അതേപോലെ തന്നെ പള്ളിയിൽ താമസിക്കാൻ പാടില്ല, ഭർത്താവുമായിട്ടുള്ള ലൈംഗിക ബന്ധം, അതായത് പുരുഷലിംഗവും സ്ത്രീലിംഗവും തമ്മിലുള്ള ലൈംഗിക ബന്ധം ഒന്നുമില്ല, പാടില്ല. കാരണം എന്താണ്? അല്ലാഹു തആല നേരത്തെ പാരായണം ചെയ്ത ആയത്തിൽ പറയുന്നത് പോലെ അവർ ഹൈദിനെ സംബന്ധിച്ച് ചോദിക്കുന്നുണ്ട് താങ്കളോട്. ഒരു ഉപഹാദൻ നബി അവർക്ക് പറഞ്ഞു കൊടുക്കണം. എന്താണ്? മാലിന്യമാണ്, ഉപദ്രവകരവുമാണ്. അതുകൊണ്ട് അതായത് ആ സമയത്ത് നിങ്ങൾ എന്ത് ചെയ്തു കഴിഞ്ഞാല് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ പ്രയാസമുണ്ടാക്കുന്നതാണ്. അതുകൊണ്ട് ഹൈദുള്ളതായ സമയത്ത് നിങ്ങൾ സ്ത്രീകളിൽ നിന്ന് ചെയ്യണം, പാടില്ല, ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ പാടില്ല. ശുദ്ധിയാകുന്നവരെ നിങ്ങൾ ചെയ്യാൻ പാടില്ല. സ്ത്രീകളെ ആവശ്യ സമയത്ത് ചെയ്യാൻ പാടില്ല, അവരുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ പാടില്ല, സമീപിക്കാൻ പാടില്ല. ശുദ്ധിയായി കഴിഞ്ഞാൽ അള്ളാഹു നിങ്ങളോട് കൽപ്പിക്കുന്ന പ്രകാരം ചെയ്തു നിങ്ങൾ അവരുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടുകൊള്ളുക. ഇവിടെ അങ്ങനെ എന്ന് പറഞ്ഞാൽ പറയുന്ന എന്താണ്, പുരുഷലിംഗം സ്ത്രീലിംഗത്തിൽ പ്രവേശിക്കുക എന്നതാണ്. അതാണ് പാടില്ലാത്തത്. മാത്രമല്ല സാധാരണ രീതിയിൽ ഹൈദുണ്ടാകുമ്പോൾ ദൂതന്മാരുടെ ഇടയിൽ നമ്മുടെ നാടുകളിൽ മറ്റുള്ള പല അവസ്ഥയിലും ഇതാണ്, സ്ത്രീകൾ പൂർണ്ണമായിട്ട് അവരെ ചെയ്യും, മാറ്റി നിർത്തും. അവരെ ചില ആളുകൾ ഇരുട്ടുമുറിയിടുന്നവരുണ്ട്. അതേപോലെ അവര് കിച്ചണിൽ പ്രവേശിക്കാൻ പാടില്ല, അവരുടെ കൂടെ ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ പാടില്ല, ആളുകൾ സ്വീകരിക്കാൻ പാടില്ല, വീട്ടിലൊന്നും കാണാൻ പാടില്ല. ഇങ്ങനെ കുറെ അധികം നിയമങ്ങൾ സാധാരണയുണ്ട്. ഇസ്ലാം ചെയ്തു അവിടെ അതിന് ശരിയായ നിയമം പഠിപ്പിച്ചു കൊടുക്കും. ഇസ്ലാം ഉള്ള ശരിയെത്തിക്കാം, എന്തും നിങ്ങൾക്ക് അറിയാം, ഏത് രീതികളുമായി പെരുമാറാം. പക്ഷെ നിക്കാഹ പാടില്ല. നിക്കാഹ് എന്ന് പറഞ്ഞാൽ പുരുഷലിംഗം ചെയ്യാം, സ്ത്രീലിംഗവുമായിട്ട് പ്രവേശിക്കുന്നത് നമുക്ക് ലൈംഗികത, അത് മാത്രം ചെയ്യാൻ പാടില്ല. നിങ്ങൾക്ക് അവരുടെ കൂടെ ഇരിക്കാം, അവരുടെ കൂടെ കിടക്കാം. ഈ മുൻഭാഗത്തു കൂടി ആ ഭാഗത്ത് മാത്രമുള്ള ലൈംഗിക സുഖം ചെയ്യാൻ പാടില്ല. ബാക്കിയുള്ളവർക്ക് എന്താണ്, അവരെ ആദ്യം നിർത്തേണ്ടതില്ല എന്നർത്ഥം. ഇത് എന്താണ് ഇമാം ബുഖാരി ധരിച്ചിട്ടുള്ള മുഹദ്ദിസീങ്ങളെല്ലാം ഉദ്ധരിച്ചിട്ടുള്ളതായ ഹദീസാണ്. അപ്പോൾ ഇതാണ് മൂന്നാമത്തെ മസല. നാലാമത്തെ മസല യജൂസു ലിസൗജിൽ ഹായിദി അൻ യസ്തംതിഅ മിൻഹാ ബിഗൈരി ജിമാഇ ഫിൽ ഫർദ്.
അപ്പോ പുരുഷന് ഈ പറയുന്ന രീതിയിൽ വസ്തു ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു, ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ പാടില്ല എന്ന് പറഞ്ഞു. എന്നാൽ ഹൈദുള്ള സ്ത്രീയിൽ നിന്ന് ഒരു ഭർത്താവിന് സുഖമെടുക്കൽ അനുവദനീയമാണ്. വിധൈര്യമാണ് നേരത്തെ പറഞ്ഞ ജിമാ ഒഴികെ, അതായത് ലിംഗം സ്ത്രീലിംഗവുമായിട്ട് പ്രവേശിപ്പിക്കുന്ന രീതിയിലുള്ളതായ ലൈംഗിക ബന്ധം പാടില്ല. അതല്ലാത്ത ഏത് രീതിയിലുള്ള സുഖവും എന്താണ് അനുവദനീയമാണ്. കൽപ്പൂലത്തി വല്ലം സിംഹരാഹിതായി അവർ ചുംബിക്കുന്നത് പോലെ സ്പർശം കൊണ്ടുള്ളതായ സുഖമെല്ലാം അനുവദനീയമാണ്. അഞ്ചാമത്തെ മസല വല യജൂസു ലിസൗജിഹാ അൻ യുഫരിഖഹാ വഹിയ ഹായിദ്. ഒരു സ്ത്രീ ഹൈദുകാരിയായിരിക്കെ ആ സ്ത്രീയെ തലാഖ് ചൊല്ലുക എന്നുള്ളത് അനുവദനീയമല്ല, അത് പാടില്ലാത്ത നിഷിദ്ധമാണ്. ഒരു പുരുഷൻ ഭർത്താവ് സ്ത്രീയെ വിവാഹമോചനം ചെയ്യാൻ ഉദ്ദേശിക്കുന്നു, എന്നാൽ അവിടെ ചെയ്യാൻ പാടില്ല. ഹൈദുകാരിയായിരിക്കെ ആ സ്ത്രീയെ വിവാഹമോചനം ചെയ്യാൻ പാടില്ല, നിഷിദ്ധമായ കാര്യമാണ്, അനുവദനീയമല്ല. അല്ലാഹു തആല പറഞ്ഞു, യാ അയ്യുഹൽ നബിയ്യു, അല്ലയോ റസൂൽ നബിയേ, ഇദാ ഖല്ലഖ്തും നിസാ, നിങ്ങൾ നിങ്ങളുടെ ഭാര്യമാരെ തലാഖ് ചെയ്യാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ നിങ്ങൾ തന്നെയാണ്. നിങ്ങൾ അവരുടെ ഇദ്ദയെ കൃത്യത വരുത്താൻ പാകത്തിന് നിങ്ങൾ എന്ത് ചെയ്തു കൊടുക്കുക, തലാഖ് ചൊല്ലി കൊടുക്കുക എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യാൻ പാടില്ല. ഹൈദുള്ള സമയത്ത് നിങ്ങൾ അവരെ എന്ത് ചെയ്യാൻ പാടില്ല, തലാഖ് ചെല്ലാൻ പാടില്ല. ഹൈദ് മുറിഞ്ഞ് ശുദ്ധിയായതിനു ശേഷം ആണ് എന്ത് ചെയ്യേണ്ടത്, തലാഖ് ചെല്ലാവും. ശുദ്ധിയായതിനു ശേഷം ആ ശുദ്ധികാലത്തിൽ ഈ സ്ത്രീയുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യാൻ പാടില്ല, തലാഖ് ചെല്ലാൻ പാടില്ല. മുമ്പായിരിക്കും എന്ത് ചെയ്യേണ്ടത്, തലാഖ് ചെയ്യേണ്ടത്. അതിനാണ് പവലില്ല എന്ന് പറയുന്നത്. ചില ഹിക്മത്തുകളുണ്ട്. അപ്പോ ഹൈദുള്ള സ്ത്രീയെ എന്ത് ചെയ്യാൻ പാടില്ല, തലാഖ് ചെയ്യുക എന്നത് പാടില്ല. അതായത് അവരെ നിങ്ങൾ എന്ന് പറഞ്ഞാൽ അവർ ശുദ്ധിയുള്ള സമയത്ത് എന്ത് ചെയ്യാവൂ, ശുദ്ധിയുള്ള സമയത്തെ നിങ്ങൾ തലാഖ് ചെല്ലാവൂ. ഗൈരികമായി ആ ശുദ്ധികാലത്തിൽ നിന്നും പാടില്ല, ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടും ഉണ്ടാകാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യും, തലാഖ് ചെല്ലാവൂ. ഹൈദും നിലച്ചു ശുദ്ധി വരുത്തി ശുദ്ധിയായി അതിനുശേഷം പിന്നീട് എന്ത് ചെയ്തു, ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു, അതാണ് പിന്നെ എന്ത് പാടില്ല, ആ ശുദ്ധികാലത്തിൽ തലാഖ് പാടില്ല എന്നുള്ളതാണ്. അതിന് മനസ്സിലായില്ലേ? അതായത് പിന്നീട് ചെയ്തു, ഒരാൾ ശുദ്ധി വരുത്തിയതിനു ശേഷം ചെയ്തു ഹൈദ് നിലച്ച് ശുദ്ധിയായതിനു ശേഷം ഈ ഭാര്യയുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യണമെങ്കിൽ തലാഖ് ചൊല്ലണമെങ്കിൽ പിന്നെ വീണ്ടും ചെയ്യണം. ഹൈദ് ഉണ്ടായി എന്ത് ചെയ്യേണ്ടതുണ്ട്, ആ ഹൈദ് നിലച്ച് ശുദ്ധിയാവണം, എന്നാലും പിന്നെ എന്ത് ചെയ്യും, തലാഖ് ചെല്ലാൻ പാടുള്ളൂ എന്നുള്ളതാണ്. അതാണ് അതിന് ചില ഹിക്മത്തുകളുണ്ട്, പറഞ്ഞാൽ ചിലപ്പോൾ ദീർഘമായി പോകും. അപ്പോ ഹൈദുകാരിയായി എനിക്ക് ഭാര്യയെ തലാഖ് ചെയ്തു. അപ്പോ നബി ഉദ്ദേശിക്കാൻ ചെയ്തോ, ശുദ്ധിയുടെ സമയത്ത് ചെയ്തു. തുകർ എന്ന് പറഞ്ഞാൽ ശുദ്ധി വരിക എന്ന് പറഞ്ഞാൽ ഇന്ദുബാബുദ്ധമി, രക്തം നിലയ്ക്കലാണ്. അങ്ങനെ രക്തം വരുന്നത് നിലയ്ക്കുകയും നിലച്ചാൽ അവിടെ ശുദ്ധിയുള്ളവളായി അവരുടെ ഹൈദിന്റെ കാലയളവ് കഴിഞ്ഞു. അങ്ങനെ കഴിഞ്ഞിരുന്ന പിന്നെന്തിയോ കുളിക്കൽ നിർബന്ധമാണ്. കുളിച്ചുകൂടി കഴിഞ്ഞാൽ ഹൈദ് കാരണത്താൽ തടയപ്പെട്ട ബാക്കിയുള്ള കാര്യങ്ങൾക്ക് പിന്നെ ചെയ്യാം. നമസ്കരിക്കാം, നോമ്പെടുക്കാം, ഹോമം ചെയ്യാം, അതുപോലെ തന്നെ പ്രധാനമായി ബന്ധപ്പെട്ട പറയേണ്ടതില്ല എന്നാണ്. അപ്പോ ഹൈദ് രക്തം നിലച്ചതിന് ശേഷം ചെയ്തു കുളിച്ചു കഴിഞ്ഞാൽ എന്തായി
ശേഷം ഹൈദ് സമയം വിശുദ്ധമായ കാര്യങ്ങളെല്ലാം പിന്നെന്തായിക്കോളും അനുവദനീയമായി മാറും. ഇനി ശുദ്ധി വന്നതിന് ശേഷം എന്ത് ചെയ്തു? ഈ സ്ത്രീക്ക് പിന്നീട് സ്ത്രീയാണ് മഞ്ഞ നിറത്തിലുള്ള ഒരുതരം രക്തമോ അല്ലെങ്കിൽ കറുപ്പ് കലർന്ന ഒരു രക്തമോ കാണുകയാണെങ്കിൽ ലം തന്തപ്പിലേക്ക് ലം തുൽത്തപ്പത്തിലേക്ക് അതിലേക്ക് തിരിഞ്ഞു നോക്കപ്പെടേണ്ടതില്ല. അപ്പോ ഇത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ചിലപ്പോ ഹൈദോട് ഒന്നിച്ചാണ് ഇരിക്കുന്നത് എങ്കിൽ അവിടെ വെയിറ്റ് ചെയ്യണം, എന്താണെന്ന് മനസ്സിലാക്കുന്നത്. ഇതിനെ കുറച്ച് രക്തം പൂർണ്ണമായിട്ട് നനച്ചു, അതിനുശേഷം എന്താണ് കുളിച്ചു, 1-2 ദിവസം കഴിഞ്ഞ് വഴി കുറച്ച് നനയ്ക്കുന്നില്ലാണ്. ഈ പറയുന്ന ഹൈദിന്റെ രക്തം പോലെയുള്ള രക്തമല്ല, പക്ഷെ എന്ത് ചെയ്യുന്നത് മഞ്ഞ കലർന്നത്. അതായത് രക്തം എന്ത് ചെയ്യുമ്പോൾ അത് പഴുക്കുമ്പോൾ അത് മഞ്ഞ കളറാണ് സ്ഥലം പോലെ. അതോ അല്ലെങ്കിൽ കറുത്ത കളറിലോ അങ്ങനെ വരികയാണെങ്കിൽ പിന്നീട് എന്ത് ചെയ്യേണ്ടതില്ല, അതിലേക്ക് തിരിഞ്ഞു നോക്കപ്പെടേണ്ടതില്ല. കാരണം വിശ്വാസം പറഞ്ഞു ഞങ്ങൾ ഈ പറഞ്ഞ മഞ്ഞ കളറുള്ള ഇതിനെ പറയുന്ന ചാര കളർ അതിനെ ഞങ്ങൾ ഒന്നുമായിട്ട് പരിഗണിച്ചിരുന്നില്ല. അപ്പോൾ അതിനുശേഷം പിന്നീട് ഒന്നു കഴിഞ്ഞാൽ എന്താവില്ല, അതിനെ ഒന്നുമായിട്ട് പരിഗണിക്കേണ്ടതില്ല എന്നുള്ളതാണ് ഇവിടെ ഒരു പ്രധാനപ്പെട്ട ഗുണത്തിൽ. ഇതാ ഹാഡിയും അതിന്റെ പുസ്തകവും സംസ്കാരമായി ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട മസലയാണ്. ഒരു ഹൈദുകാരി അല്ലെങ്കിൽ നിവാസത്തിന്റെ പ്രസരക്തമാണ്, ശേഷം വിശദീകരിക്കുന്നതാണ്. അപ്പൊ അവർക്ക് ശുദ്ധി വന്നു. എപ്പോഴാണ് ശുദ്ധിയായി പറയുന്ന രീതിയിൽ സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പാണ്. എന്നാൽ ആ ദിവസത്തെ ബുഹറും അഹറും നമസ്കരിക്കൽ അവരുടെ മേലുണ്ടാവും, നിർബന്ധമായിട്ട്. അതായത് അഹറുടെ സമയത്താണ് എന്ത് ചെയ്തത് ശുദ്ധിയായത് എങ്കിൽ എന്ത് ചെയ്യണം, ബുഹറും അഹറും നമസ്കരിക്കൽ നിർബന്ധമാകും. ഈ ഒരാളുടെ ശുദ്ധിയായത് തുലുഴൽ പകർന്ന് സുബഹിന് മുമ്പാണ് ഈ ശുദ്ധിയായത്. എന്നാൽ ആ രാത്രിയിലെ മഗ്‌രിബും ഇശാഉം നമസ്കരിക്കൽ അവരുടെ മേലുണ്ടാവും, നിർബന്ധമാകും. കാരണം കാരണം ഈ പറയുന്ന രണ്ടാമത്തെ നമസ്കാരത്തിന്റെ സമയം, അതായത് അസ്വറിന്റെ സമയം അല്ലെങ്കിൽ ഇശാഇന്റെ സമയം, ഇത് ഒരു കാരണം ഉള്ള ഒരാള് ദുഹറിനെ പിന്തിച്ചു അല്ലെങ്കിൽ മഗ്‌രിബിനെ പിന്തിച്ചു. അതായത് കാരണമുള്ള ഒരാൾ ചെയ്താൽ ദുഹറിനെ പിന്തിച്ചു കഴിഞ്ഞാൽ അങ്ങനെ കാരണമുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ ദുഹറിന്റെ സമയമായത് അസറും, അതുപോലെ മഗ്‌രിബിന്റെ സമയമായത് ഇശാഉം. അപ്പൊ ഒരു കാരണം കൊണ്ടാണ് നമസ്കരിക്കാതിരുന്നത്, ദുഹർ കൊണ്ടാണ്. അപ്പൊ ആ കാരണം ചെയ്തു നീങ്ങി കഴിഞ്ഞപ്പോ ഈ അസറിന്റെ സമയത്തൊന്നും നമസ്കരിക്കണം, ദുഹർ നമസ്കരിക്കണം, ഇശാഇന്റെ സമയത്ത് മഗ്‌രിബ് നമസ്കരിക്കണം എന്നുള്ളതാണ്. അതുകൊണ്ട് ബഹുഭൂരിപക്ഷം ബഹുഭൂരിപക്ഷം ഉലമാക്കൾ അതേപോലെ മാലിക്കിന്റെ ഷാഫിഈ മദ്ഹബ്, അതേപോലെ തന്നെ ഇമാം അഹ്മദ് അവരെ പറയുന്നു ഒരു ഹൈദുകാരി പകലിന്റെ അവസാന സമയത്ത് ശുദ്ധിയായി. എന്നാൽ മുഴുവൻ ചെയ്യട്ടെ, നമസ്കരിക്കട്ടെ. ഇനി രാത്രിയുടെ അവസാനത്താണ് ശുദ്ധിയാകുന്നത് എങ്കിൽ മഗ്‌രിബും ഇശാഉം ചെയ്യട്ടെ, അവിടെ നമസ്കരിക്കട്ടെ. كما نقل ذلك عن عبد الرحمن بن عوف وابي هريره وابن عباس رضي الله عنه. إذا عبد الرحمن بن عوف وابو هريره وابن عباس رضي الله عنهم അവരിൽ നിലനിൽക്കുന്നത് ഉദ്ധരിക്കപ്പെട്ടിട്ടുള്ളതുപോലെ. കാരണം لأن الوقت مشترك بين الصلاتين في حال العذر. കാരണം ഈ പറയുന്ന സമയം രണ്ട് നമസ്കാരത്തിനും ഒരേപോലെ പങ്കായ സമയമാണ്. പ്രയാസകരമായ സന്ദർഭത്തിൽ ഒരാൾക്ക് നമസ്കാരത്തിന് യാത്രയിലോ മറ്റോ ആണെങ്കിൽ രോഗമുള്ള അവസ്ഥയാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം പുതറുള്ള കാരണം ഒഴികളുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന രണ്ടാം സമയത്ത് ഇവിടെ പിന്തിക്കുകയാണല്ലോ. അപ്പോ അസ്വറിന്റെ സമയം അല്ലെങ്കിൽ ഇശാഇന്റെ സമയം അവരെ സംബന്ധിച്ചിടത്തോളം
രണ്ട് നമസ്കാരം നിർവഹിക്കാനുള്ള സമയമാണ് മുതലായി. അപ്പോൾ അവൾ പകലിന്റെ അവസാന ശുദ്ധിയായാൽ അവളുടെ മുഖത്തെ സമയം ചെയ്യുന്നത് ബാക്കിയാകുന്നുണ്ട് ഈ പറയുന്ന രീതി. അതുകൊണ്ട് അസുഖം നമസ്കരിക്കുന്നതിന് മുമ്പ് ആദ്യം ചെയ്യണം. നമസ്കരിക്കണം, എന്നിട്ട് അസുഖം നമസ്കരിക്കണം. രാത്രി അവസാനത്തിലാണ് ശുദ്ധിയാക്കുന്നതെങ്കിൽ ഉള്ള ഒരു കാരണമുള്ള അവസ്ഥയിൽ എന്ത് ചെയ്യുന്നുണ്ട്, അവരുടെ മകനിക്കുന്ന സമയം ഇപ്പോഴും എന്ത് ചെയ്യണം, അവശേഷിക്കുകയാണ്. വിശ്വസിക്കുന്നതിന് ബാധ്യത ചെയ്യണം, വളരെ നമസ്കരിക്കണം, എന്നിട്ട് എന്ത് ചെയ്യണം, വിശ്വ നമസ്കരിക്കണം എന്നുള്ളതാണ് ഉദ്ധരണിയാണ് വായിച്ചത്. അത് ആധുനികരായ പ്രകാരം തന്നെയാണ് നമസ്കരിക്കണം എന്നുള്ളത് രീതിയാണ്. ഒരു സ്ത്രീ അവർക്ക് മുഖം നമസ്കരിക്കാനുള്ള സമയം ചെയ്തു ആയി മുഖഭാഗം എന്നിട്ട് എന്ത് ചെയ്തു, ശേഷം ഇവർക്ക് ഹൈമുണ്ടായി അല്ലെങ്കിൽ നിവാസവും അവർ അത് നമസ്കരിക്കുന്നില്ല. പോകുന്ന സമയമായിരുന്നില്ല, നമസ്കരിച്ചില്ല, നമസ്കരിക്കുന്നതിന് മുമ്പ് എത്തിയത് ഹൈദ് ഒന്നും അല്ലെങ്കിൽ നിവാസവും. എന്നാൽ أنه لا يلزمها قضاء تلك الصلاة التي أدركت أول وقتها ثم حاضت أو لبست قبل أن تصليها. يعني രണ്ട് അഭിപ്രായങ്ങൾ, അഭിപ്രായങ്ങളിൽ അതിൽ പ്രബലമായ അഭിപ്രായം അവൾക്കെതില്ല. ആ നമസ്കാരത്തെ കവാപിക്കുക എന്നുള്ളത് നിർബന്ധമില്ല എന്നുള്ളതാണ്. സമയമായി എന്നിട്ട് നമസ്കരിക്കുന്നതിന് മുമ്പ് എന്ത് ഹൈദുണ്ടായി അല്ലെങ്കിൽ നിഫാസുണ്ടായി. അപ്പോ നഷ്ടപ്പെട്ട നമസ്കാരം ഉണ്ടല്ലോ. ഒരാൾക്ക് ഉച്ചയ്ക്ക് 2 മണിക്കാണ് എന്ത് ചെയ്തത്, ഹൈദുണ്ടായത്. പോകുന്ന സമയമായി ഭക്ഷണത്തില്ല, നമസ്കരിച്ചിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ആ നമസ്കാരം ചെയ്തതില്ല, നമസ്കരിക്കേണ്ടതില്ല എന്നുള്ളതാണ് പ്രബലമായ അഭിപ്രായം. ശൈഖുൽ ഇസ്ലാം റഹ്മത്തുള്ളാഹി ഈ മസലയെ സംബന്ധിച്ച് മദ്ഹബ് അബീ ഹനീഫ വമാലികി ഈ വിഷയത്തില് തെളിവുകളിൽ നിന്ന് പ്രകടമായ മനസ്സിലാക്കുന്നത് എന്താണ്, അബൂ ഹനീഫ ഇമാമിന്റെയും മാലിക് ഇമാമിന്റെയും മദ്ഹബാണ് ശരിയെന്നുള്ളതാണ്. അത് ആ സ്ത്രീക്ക് ഈ പറയുന്ന നമസ്കാരം അല്ല, നിർബന്ധമല്ല എന്നുള്ളതാണ്. കാരണം എന്താണ്, ഖളാ വീട്ടുക എന്നുള്ളത് അതിന് പ്രത്യേകം ഒരു കൽപ്പന ആവശ്യമാണ്. ഏതെങ്കിലും നമസ്കാരം ഒരാൾക്ക് വിട്ടുപോയി കഴിഞ്ഞാൽ അവന് വീണ്ടും നമസ്കരിക്കണമെങ്കിൽ അതെന്ത് വേണം, വേറെ കൽപ്പന ഉണ്ടാകണം. ഇവിടെ ഇങ്ങനെ നഷ്ടപ്പെട്ടു പോയ ഒരു സ്ത്രീക്ക് അത് വീട്ടണം എന്നുള്ളത് പറയുന്ന ഒരു കൽപ്പന ഇല്ല, നിന്ന് വന്നിട്ടില്ല. വലിയ ഇവിടെ ഈ നമസ്കാരത്തെ പിന്തിച്ച് അനുകൂലമായ രീതിയിലുള്ള പിന്തിക്കലാണ്. ഇവിടെ ചെയ്തിട്ടില്ല, അവൾ ഒരു അലംഭാവം കാണിച്ചിട്ടില്ല നമസ്കാരത്തെ കൊണ്ട്. നേരെ ചിന്തിക്കൂ, നമസ്കാരം ഏറ്റവും കൂടുതൽ സമയത്തേക്ക് വരെ ചിന്തിച്ചാൽ അവിടെ ചില അഭിപ്രായങ്ങളുണ്ട്. പക്ഷെ ഇവിടെ ചെയ്തിട്ടില്ല, സ്വാഭാവികമായിട്ടുള്ള ഒരു പിന്തിക്കലെ ചിന്തിച്ചിട്ടുള്ളൂ. അതുകൊണ്ടാണ് കുറ്റക്കാരിയില്ല. അങ്ങനെ എനിക്ക് ഹൈദ് വന്നു എങ്കിൽ പിന്നീട് അവൾക്ക് ഇത് സമാപിക്കണം എങ്കിൽ അതിന് പ്രത്യേക കൽപ്പന വേണം. അവൾ വീട്ടേണ്ടതുണ്ട് എന്നുള്ളത് അങ്ങനെ ഒരു കൽപ്പന ചെയ്തിട്ടില്ല, ഈ വിഷയത്തിൽ വന്നിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ സംശയം വരും, എന്താണ്, ഉറങ്ങിപ്പോയ ഒരാൾ അല്ലെങ്കിൽ മറന്നുപോയ ഒരാൾ ഉറക്കത്തിൽ നിന്ന് ഉണർന്നാൽ അല്ലെങ്കിൽ മറവിയിൽ നിന്ന് മോചനം നേടിയാൽ അത് നിശ്ചയിക്കണമെന്നുണ്ട്. അതിന് കൽപ്പനയുണ്ടെന്ന് പറയാറാണ്. എന്ത് ചെയ്തു, വാമന്നായി ഉറങ്ങിപ്പോയ ഒരാൾ നമസ്കാരം മറന്നുപോയി വൈകാരം പരിചയത്തിനായില്ല, അത് ഈ പറഞ്ഞതാണ് ഭാവങ്ങളല്ല അറിയാതെ സംഭവിച്ചതാണ്. പരീനമായ അവനെന്ത് ചെയ്യുന്നതാണ്, നമസ്കരിക്കുന്നതാണ്. അപ്പൊ അവൻ പിന്നീട് നമസ്കരിക്കുന്ന കലായിട്ടല്ല, പിന്നെയോ അവനെ സംബന്ധിച്ചിടത്തോളം അവൻ നമസ്കാരത്തിന് സമയം അതാണ്. അവൻ ഉറക്കത്തിന് വളരുമ്പോൾ അല്ലെങ്കിൽ എപ്പോഴാണോ അവൻ ഓർമ്മ വരുന്നത് അപ്പോഴാണ് നമസ്കാരത്തിന്റെ സമയം. എന്നതല്ല അവൻ വിട്ടുപോകല്ല
അതാണ്. ഇനി ഹാനിയൻ മറ്റൊരു ഉണർത്തൽ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഒന്നാമത്തെ കാര്യമാണ് ചർച്ച ചെയ്യുന്ന ഹൈദ്. ഇനി രണ്ടാമത്തെ വിഷയം ഇസ്തിഹാദത്ത് അഹ്കാമുകളാണ്. ഇസ്തിഹാദയെ സംബന്ധിച്ചാണ്. ഇസ്തിഹാദ എന്ന് പറഞ്ഞാൽ الاستحاضة سيلان الدم في غير وقته على سبيل النزيف من عرق يسمى العالي. استحاضة രക്തം ഇങ്ങനെ എന്ത് ചെയ്യുന്നു, ഒഴുകിക്കൊണ്ടിരിക്കുന്നു. في غير وقته, അതിന് അറിയപ്പെട്ട സമയത്തല്ല. നേരത്തെ പറഞ്ഞിരുന്നാൽ അറിയപ്പെട്ട സമയത്ത് എന്ത് ചെയ്യുന്നു, ഓരോ മാസത്തിലും പുറപ്പെടുന്നതാണ് ഹൈദ് എന്ന് പറയുന്നത്. അത് പ്രകൃതിയാലുള്ള ആരോഗ്യം ശരിയായ ആരോഗ്യം ഉണ്ടെന്നുള്ളതിലേക്ക് അറിയിക്കുന്ന രക്തമാണ്. എന്നാൽ ഇതങ്ങനെയല്ല. ഇതെന്താണ്, രക്തം ഒഴുകിക്കൊണ്ടിരിക്കുന്നു, പക്ഷെ അത് സാധാരണ രീതിയിൽ അവർക്ക് രക്തം പുറപ്പെടുന്ന സമയത്തിലല്ല. അലാസീ, അതായത് തുടരെയായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്, രക്തം നിലയ്ക്കുന്നില്ല. പിന്നെ ആഴത്തിൽ അത് രക്തത്തിന്റെ എന്താണ്, ഗർഭാശയത്തിൽ നിന്നല്ലാത്ത വരികയോ അത് റഹ്മിനോട് ചേർന്നുള്ളതായ ഞരമ്പിൽ നിന്നാണ് ആ രക്തം വരിക. ആദിൽ എന്നാണ് പറയുന്നത്. അപ്പൊ ഇതാണ് ഇസ്തിഹാദത്ത് എന്ന് പറയുന്നത്, രോഗരക്തമാണ്. മുസ്ലിം ഇസ്തിഹാദത്തുള്ള സ്ത്രീയുടെ കാര്യത്തിൽ പ്രശ്നമാണ്. കാരണം ഇവരുടെ ഹൈദ് രക്തവും ഈ പറയുന്ന രോഗരക്തവും തമ്മിൽ എന്ത് ചെയ്യും, സാദൃശ്യമാകുമ്പോൾ പല പല പ്രശ്നങ്ങളുണ്ടാവും. സംസ്കാരമായി ബന്ധപ്പെട്ട് എന്ത് ചെയ്യും, പല സംശയങ്ങളുണ്ടാവും. അതുകൊണ്ട് അപ്പോൾ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം രക്തം ഇങ്ങനെ തുടർച്ചയായി വന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ അധിക സമയങ്ങളിൽ അധിക ദിവസങ്ങളിൽ വ്യക്തമാണ്. അപ്പൊ ഈ സ്ത്രീ ഏതിനെയാണ് ഹൈദായിട്ട് പരിഗണിക്കുക, ഏതിനെയാണ് രോഗരക്തമായിട്ട് പരിഗണിക്കുക? എങ്ങനെ? അങ്ങനെ നമസ്കാരവും നോമ്പുമെല്ലാം ഹൈദായിട്ട് പരിഗണിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യണം? നോമ്പും നമസ്കാരം പറ്റില്ല. എന്നാൽ ഇസ്തിഹാദത്തായിട്ട് പരിഗണിക്കുമ്പോൾ എന്ത് ചെയ്യേണ്ടതുണ്ട്? അതിന്റെ കാര്യത്തിൽ ചെയ്യാൻ പാടില്ല, നോമ്പും നമസ്കാരവും ഉപേക്ഷിക്കപ്പെടാൻ പാടില്ല. ഇസ്തിഹാദത്താണെങ്കിൽ അപ്പൊ ഇത് ഏത് രക്തമാണ് ഇസ്തിഹാദത്ത്, ഏത് രക്തമാണ് ഹൈദ് എന്ന പ്രശ്നം ചെയ്യുന്നു, അവിടെ വരുന്നു. അപ്പോ എന്താണ്, മാത്രമല്ല മുസ്തഹാബത്താണെങ്കിൽ ഇവരുടെ രോഗരക്തമാണെങ്കിൽ അവർക്ക് അവരുടെ മുഖങ്ങൾ എന്താണ്, ശുദ്ധിയുള്ള സ്ത്രീകളുടെ അർത്ഥമാണ്. അതായത് നമ്മൾ നമസ്കരിക്കണം, നോമ്പെടുക്കണം, എന്താണ് ചെയ്യേണ്ടതുണ്ട് രോഗരക്തമാണെങ്കിൽ. അപ്പൊ ഇത് ഏതാണ് രോഗരക്തമായി പരിഗണിക്കുക, ഹൈദ് രക്തമായി പരിഗണിക്കുക എന്നൊരു പ്രശ്നമുണ്ട് അവിടെ ഉണ്ട്. അതിന്റെ കാരണത്താൽ അതിനുള്ള പരിഹാരം പറഞ്ഞിരിക്കുകയാണ്. മുസ്തഹാബത്ത് അവൾക്ക് 3 അവസ്ഥകളുണ്ടാകും. അതിൽ അൽഹാലത്തിലൂല ഒന്നാമത്തെ അവസ്ഥ ഒരു സ്ത്രീക്ക് ഹൈദ് പ്രായപൂർത്തിയാകുമ്പോഴാണ് ഹൈദ് ഉണ്ടാവുക. അതിനുശേഷം അവൾക്ക് ഒരു ആദത്ത് എന്താണ്, അവൾക്ക് ഇന്ന മാസത്തില് അവൾക്ക് അറിയപ്പെട്ട ഒരു പതിവുണ്ട്. അപ്പൊ ഇങ്ങനെ ഈ രോഗരക്തം അവൾക്ക് ബാധിക്കുന്നതിന് മുമ്പേ അവൾക്ക് ഒരു പതിവുണ്ട്. എങ്ങനെയാണ് പതിവുണ്ടാവുക? ഈ രോഗരക്തം വരുന്നതിന് മുമ്പേ അവൾക്ക് ഹൈക്കുണ്ടാകുമായിരുന്നു. എങ്ങനെ? 5 ദിവസങ്ങളിൽ, അല്ലെങ്കിൽ അല്ലെങ്കിൽ ഓരോ മാസം 8 ദിവസം, ഒന്നുകിൽ ഓരോ മാസം 5 ദിവസം, അല്ലെങ്കിൽ 8 ദിവസം, അല്ലെങ്കിൽ 6 ദിവസം. ഇതാണ് അവരുടെ പതിവ്. മക്കളുടെ ഉദാഹരണത്തിലല്ല. ഒന്നിന് ചിലപ്പോൾ മാസത്തിൽ തുടക്കമായിരിക്കും, അങ്ങനെ വരിക. എല്ലാ മാസത്തിന്റെയും തുടക്കത്തിലെത്തിയും 5 ദിവസം, അല്ലെങ്കിൽ എല്ലാ മാസത്തിന്റെയും അവസാനത്തിൽ 5 ദിവസം. ഇതാണ് അവരുടെ പതിവ്. അപ്പോ അപ്പോ ഈ സ്ത്രീകൾക്കാണ് അതിന്റെ എണ്ണവും സമയവുമെല്ലാം നല്ല രീതിയിൽ അറിയാം.
എനിക്ക് എപ്പോഴാണ് ഹൈത്തുണ്ടാവുക, എല്ലാ മാസത്തിലും ഇന്ന് ഡേറ്റിലാണ്, ഇത്ര ദിവസമാണ് ഉണ്ടാവുക എന്നുള്ള സ്ത്രീക്ക് അറിയാം. നിങ്ങൾക്ക് അവർക്ക് പതിവുണ്ട്. ഇതാണ് ഒരവസ്ഥ. ഇങ്ങനെയുള്ള ഒരവസ്ഥയാണെങ്കിൽ ഒരു സ്ത്രീയാണെങ്കിൽ അവൾക്ക് ഈ ആദത്ത് ഉള്ള നേരത്തെ പതിവായി ഹൈദ് രക്തം വന്നിരുന്നതായ ദിവസങ്ങളുണ്ടല്ലോ, ഓരോ മാസത്തിൽ ഇത്ര ഡേറ്റ് ഇത്ര ദിവസം, ആ അത് അവൾ എന്ത് ചെയ്യണം? നമസ്കാരത്തിന് മുമ്പ് ഉപേക്ഷിക്കണം. അതിന് അത് അവൾ എന്ത് ചെയ്യും? ഹൈദിന്റെ ഹുക്കുമുകൾ എന്ത് ചെയ്യും? അതിന് പരിഗണിക്കും ആ ദിവസങ്ങൾക്ക്. അങ്ങനെ പൈതൃക ആകുക, ആ ആദത്തിന്റെ പതിവായിട്ട് വന്നുകൊണ്ടിരുന്ന ആ ആദത്തിന്റെ ദിവസങ്ങൾ കഴിഞ്ഞു. അപ്പോൾ അവിടെ എന്ത് ചെയ്യണം? ഹൈദ് ഇതിന് മോചിതയായി എന്നുള്ള രീതിയിൽ കുളിക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം? നമസ്കരിക്കണം. ബാക്കിയുള്ള രക്തത്തെ അവൾ ഇസ്തിഹാദത്തിന് രോഗരക്തമായിട്ട് ഇതാണ് ചെയ്യേണ്ടത്. എന്താണ് ഇങ്ങനെ ചെയ്യാനുള്ള തെളിവ്? അതായത് ഇസ്തിഹാദത്ത് വന്നപ്പോ പറഞ്ഞതാണ്, നിനക്ക് ഹൈദ് സാധാരണ ജീവിയിൽ വന്നിരുന്നതായ അളവുണ്ടല്ലോ, ആ അളവ് ആ കാലയളവ് നീ നിസ്കരിക്കാതെ നമ്മളെടുക്കാതെ തിരിച്ചു എന്നോ. അതിനുശേഷം പിന്നീട് എന്ത് ചെയ്യുക? അത് കഴിഞ്ഞാൽ കുളിക്കുക, എന്നിട്ട് ചെയ്യുക, നമസ്കരിക്കുക പറഞ്ഞു. മാത്രമല്ല ഫാത്തിമത്ത് ബിൻത് അബീ ഉബൈദ് റളിയല്ലാഹു അൻഹ പറഞ്ഞു, ഈ ഇങ്ങനെ വരുന്ന രക്തം അത് ജിബില്ലത്തായ പ്രകൃതിയാവുന്ന രക്തമല്ല, പിന്നെയോ അത് ഒരു ഞരമ്പിൽ നിന്ന് വരുന്ന രക്തമാണ്. വലിയ സഭ ഹൈദ് എന്നല്ല, ഹൈദല്ല. അതുകൊണ്ട് നീ ഹൈദ് വന്നു കഴിഞ്ഞാൽ നീ എന്ത് ചെയ്തു? നമസ്കാരം ഹൈദിന്റെ പതിവായ സമയം വന്നു കഴിഞ്ഞാൽ നീ എന്ത് ചെയ്തു? നമസ്കാരം പഠിച്ച് ചെയ്യുക എന്നുള്ള ഹദീസ് നിർബന്ധത്തിലാണ്. അപ്പൊ ഇതാണ് ഒരവസ്ഥ. ഇവർക്ക് എന്തില്ല, നേരത്തെ ഒരു പതിവുണ്ട്, ഹൈദ് വരുന്ന കറക്റ്റ് ഡേറ്റും അതുപോലെ തന്നെ ദിവസങ്ങളൊക്കെ നമുക്ക് അറിയാം. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യുക? ഇങ്ങനെ ഈ രോഗം ബാധിച്ചാൽ പിന്നെ ആ പതിവായ ദിവസങ്ങളിലെത്തി പതിവായിട്ട് ഹൈദ് വന്നുകൊണ്ടിരുന്ന ദിവസങ്ങൾ ഹൈദ് രക്തമായിട്ട് പരിഗണിക്കുക, അല്ലാത്ത ദിവസങ്ങൾ എന്ത് ചെയ്യുക? ശുദ്ധിയുടെ കാലയളവായിട്ട് പരിഗണിക്കുക. രണ്ടാമത്തെ അവസ്ഥ, രണ്ടാമത്തെ അവസ്ഥ ഇവർക്ക് ഇങ്ങനെ മഅറൂഫത്തായ ആദത്തില്ല, അറിയപ്പെട്ട ഒരു പതിവില്ല. ചെറുതെ കുട്ടി എന്താണ് പ്രായപൂർത്തിയായി ഉടനെ ഇങ്ങനെ തന്നെയാണ്, എടുക്കാത്ത പ്രയാസമാണ്. അപ്പോ എന്താണ്, അല്ലെങ്കിൽ അവൾക്ക് കൃത്യമായൊരു ആദത്ത് ഉണ്ടായിരുന്നില്ല. ഒരു മാസം ചിലപ്പോൾ തുടക്കത്തിലാണെങ്കിൽ അടുത്ത മാസം അവസാനത്തിലായിരിക്കും, ചിലപ്പോൾ അത് ഈ മാസം മധ്യത്തിലായിരിക്കും, ഒരു മാസം 5 ദിവസമാണെങ്കിൽ പിന്നെ അടുത്ത 6, 7, 8 അല്ലെങ്കിൽ 10, 15 പല രീതിയിലാണ്. ആദത്തില്ല, കൃത്യമായ ഒരു ആദത്ത് ഉണ്ടായിരുന്നില്ല. അങ്ങനെയുള്ള ഒരവസ്ഥയാണെങ്കിൽ പക്ഷെ അവർക്ക് അവരുടെ രക്തത്തെ വേർതിരിച്ച് മനസ്സിലാക്കാൻ സാധിക്കും. ചില രക്തം എന്താണ്, ഹൈദ് രക്തത്തിന്റെ സുബത്തുകളുള്ള രക്തമാണ്, വിശേഷണങ്ങൾ ഉള്ള രക്തമാണ്. ഹൈദ് രക്തത്തിന്റെ പ്രത്യേകത എന്തായിരിക്കും? കറുപ്പ് കളറായിരിക്കും. അതേപോലെ തന്നെ അതിന് ഒഴുകുന്നതാവില്ല, അല്ലെ കട്ട പിടിച്ചതായിരിക്കും. അതിൽ നിന്നുണ്ടാവും, ദുർഗന്ധം ഉണ്ടാവും. ഇതൊക്കെ ഹൈദ് രക്തത്തിന്റെ പ്രത്യേകതകളാണ്. അപ്പോ ഈ സ്ത്രീക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്? അവൾക്ക് വരുന്ന രക്തങ്ങൾ ചില രീതിയിലാണ്, ഹൈദ് രക്തത്തിന്റെ വിശേഷണങ്ങളുള്ളതാണ്. അപ്പോ അതിനെ എന്ത് ചെയ്യുന്നു? ഹൈദായിട്ട് പരിഗണിക്കുന്നു. ചില സമയത്ത് വരുന്ന രക്തം എന്നല്ല, ഈ ഹൈദ് രക്തത്തിന്റെ സംബന്ധിച്ച് അതില്ല, ആരംഭത്തിലില്ല. അത് നല്ല ചുവപ്പായിരിക്കും. ചിലപ്പോ അത് ദുർഗന്ധമില്ലാത്തതാണ്, അല്ലെങ്കിൽ എന്താണ് പറയുന്ന കട്ട പിടിക്കാത്തതാണ്, ഒഴുകുന്നതാണ്, കട്ടിയുള്ളതല്ല, ഒഴുകുന്നതാണ്. ഇങ്ങനെയൊക്കെയാണ്. എങ്കിൽ ഹൈദ് രക്തത്തിന്റെ വിശേഷണങ്ങൾ ഉള്ള രക്തത്തെ എന്തായിട്ട് പരിഗണിക്കണം?
ഹൈദ് രക്തമായിട്ട് പരിഗണിക്കാം. അപ്പൊ ഈ രീതിയിൽ രക്തം വരുന്ന സമയത്ത് അവിടെ ചെയ്യണം. അത് ഹൈദായി പരിഗണിച്ചുകൊണ്ട് നമസ്കാരവും മുമ്പല്ല എന്ത് ചെയ്യാം, ഉപേക്ഷിക്കാം. അതേപോലെ തന്നെ അതല്ലാത്തതായ ഹൈദ് രക്തത്തിന്റെ ഗുണങ്ങളൊന്നുമില്ല, അല്ലെങ്കിൽ അതിന്റെ വിശേഷങ്ങളൊന്നും ഇല്ലാത്ത രക്തത്തെ എന്തായിട്ട് പരിഗണിക്കണം, ഇസ്തിഹാളത്തായിട്ട് പരിഗണിക്കണം. അപ്പോൾ ഹൈദ് രക്തത്തിന്റെ ഗുണങ്ങളുള്ളതായ രക്തം എന്ത് ചെയ്തു, എപ്പോഴാണ് അവസാനിക്കുന്നത് അപ്പോൾ അവിടെ എന്ത് ചെയ്യണം, കുളിക്കണം. എന്തെങ്കിലും ചെയ്യണം, അതേപോലെ നമസ്കാരങ്ങൾ തുടങ്ങണം. അപ്പോൾ അവളതായിട്ട് പരിഹരിക്കപ്പെടും, ശുദ്ധിയായിട്ട് രക്തം ഹൈദ് രക്തത്തിലുള്ള രക്തമല്ല, പിന്നെ അവള് ശുദ്ധിയുള്ള അവളായിട്ട് പരിഗണിക്കപ്പെടും. കാരണം ഈ വിഷയത്തിൽ പറഞ്ഞു രക്തം ഹൈദാണ് എങ്കിൽ അതറിയപ്പെട്ട കറുപ്പ് കളറായിരിക്കും. നമസ്കാരം മുടക്കിക്കോ. അതല്ല എങ്കിൽ നമസ്കരിക്കുക. അതായത് ഈ പറഞ്ഞ രക്തം ഹൈദ രക്തത്തിന്റെ ഗുണങ്ങളല്ല അതിനുള്ളത്. അങ്ങനെയാണ് എങ്കിൽ എന്ത് ചെയ്യുന്നത്, നീ ചെയ്ത് നമസ്കരിക്കേണ്ടത് പറഞ്ഞു. അപ്പോൾ ഇതിൽ താറ്റൽ ഇവിടെ ഈ പറയുന്ന അവസ്ഥയിൽ എന്താണ് ചെയ്യേണ്ടത്, രക്തത്തിന്റെ എന്ത് ചെയ്യുന്നു, വിശേഷണത്തെയാണ് പരിഗണിക്കുക. അത് എന്ത് ചെയ്യുന്നു, ആ വിശേഷണം മുഖേനയോട് ചെയ്യുന്നു ഹൈദ രക്തത്തെ അതല്ലാത്ത രക്തത്തിൽ നിന്ന് വേർതിരിക്കുന്നു. അപ്പോൾ എന്ത് ചെയ്യാം, അതനുസരിച്ച് അമൽ ചെയ്യാം. ഇതാണ് രണ്ടാമത്തെ അവസ്ഥ. ആദ്യത്തെ അവസ്ഥ പതിവുണ്ട്, ആ പതിവ് തെറ്റി കഴിഞ്ഞു പിന്നെ എന്ത് ചെയ്തു, ആദ്യത്തെ പതിവനുസരിച്ച് അമൽ ചെയ്യും. പതിവ് ഉള്ള സമയങ്ങൾ എന്ത് ചെയ്യും, അതിലേക്ക് വരും. രണ്ടാമത്തെ പതിവില്ലാത്തയാളാണ്, അപ്പൊ സ്വാഭാവികമായും പക്ഷെ ഈ ഇവരുടെ രക്തത്തിന്റെ പ്രത്യേകത എന്താണ്, അത് ചില സമയങ്ങളിൽ വരുന്നത് ഹൈദ രക്തത്തിന്റെ പോലുള്ള രക്തമാണ്, ചില സമയങ്ങളിൽ അങ്ങനെയല്ല വരുന്നത്. ഹൈദ രക്തത്തിന്റെ സിഫത്തുകളിൽ വരുന്ന സമയം എന്ത് ചെയ്യുക, ഹൈദായിട്ട് പരിഗണിക്കുക, അല്ലാത്ത സമയത്ത് രോഗരക്തമായിട്ട് പരിഗണിക്കുക. ഇതാണ് രണ്ടാമത്തെ അവസ്ഥ. മൂന്നാമത്തെ അവസ്ഥ إذا لم يكن لها عادة تعرفها ولا صفة تميز بها الحيض من غيره. ഇനി മൂന്നാമത്തെ അവസ്ഥ ആ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവൾക്ക് അങ്ങനെ ഒരു ആദത്തില്ല, അതേപോലെ തന്നെ ഇവരുടെ രക്തം ഹൈദ രക്തവും അതേപോലെ തന്നെ അല്ലാത്ത രക്തവും തമ്മിൽ വേർപ്പെടുത്താനുള്ളതായ ഗുണമൊന്നുമില്ല. ഇതാണ് അവസ്ഥ. അങ്ങനെയാണെങ്കിൽ അപ്പോൾ ചെയ്യേണ്ടത്, അവൾ സാധാരണ രീതിയിൽ അധിക സ്ത്രീകൾക്കും പതിവായി എന്ത് ചെയ്യുക, ഹൈദ് വരുന്ന ദിവസങ്ങൾ അതെത്രയാണ്, 6 ദിവസമാണ് അല്ലെങ്കിൽ 7 ദിവസമാണ്. പൊതുവെ അധിക സ്ത്രീകൾക്കും ഹൈദ് ഉണ്ടാവുക 6 ദിവസമോ അല്ലെങ്കിൽ 7 ദിവസമോ ആയിരിക്കും. അപ്പൊ ആ ദിവസങ്ങളിൽ 6 ദിവസമോ 7 ദിവസമോ എന്ത് ചെയ്യുക, ഇവൾ ഹൈദായിട്ട് പരിഗണിക്കുക. കാരണം അതാണ് അധിക സ്ത്രീകളുടെയും ആദത്ത്. എത്ര ദിവസം ഹൈദ് ഉണ്ടാവുന്നതാണ്, 6 ദിവസമോ അല്ലെങ്കിൽ 7 ദിവസം ഉണ്ടാവുന്നതാണ്. കാരണം ഈ ഇതിനുള്ള തെളിവ് എന്താണ്, ഈ പറയുന്ന ഇസ്തിഹാദത്ത് അത് ശൈത്വാനിന്റെ ഭാഗത്തു നിന്നുള്ള ഫലമാണ്. അത് മുഖേനയാണ് ചെയ്യുക ഈ രോഗരക്തം ഉണ്ടാവുക. അതുകൊണ്ട് നീ ചെയ്തോ 6 ദിവസങ്ങൾ അല്ലെങ്കിൽ 7 ദിവസങ്ങൾ നീ ഹൈദായിട്ട് ആചരിക്കുക, എന്നിട്ട് എന്ത് ചെയ്തോ കുളിച്ചുകൊള്ളുക. അങ്ങനെ ശുദ്ധിയായി കഴിഞ്ഞാൽ ഒന്നുകിൽ 24 ദിവസം അല്ലെങ്കിൽ 23 ദിവസം ചെയ്തോ നമസ്കരിക്കുക, എല്ലാ മാസവും നോമ്പെടുക്കുക, നോമ്പെടുക്കുക, നമസ്കരിക്കുക. അത് മതിയാകുന്നതാണ്.
അപ്രകാരം മറ്റുള്ള സ്ത്രീകൾക്ക് നീ ഹൈദുണ്ടാകുമ്പോൾ ചെയ്തിട്ടുള്ള പ്രവർത്തിച്ചുകൊള്ളുക എന്ന് വിശ്വാസപ്പെടുക. സ്വാഭാവികമായിട്ടും ഈ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവരെ കൂടുതൽ പരിഗണിക്കേണ്ടത് എന്താണ്? അവരുടെ ചിലമാർക്ക് പറയുന്നത് അവരുടെ വീട്ടിൽ ഉള്ള സ്ത്രീകൾ, അവരുടെ ഉമ്മ അല്ലെങ്കിൽ സഹോദരി, അടുത്ത രക്തബന്ധത്തിലുള്ള സ്ത്രീകൾക്ക് എത്ര ദിവസമാണ് ഉണ്ടാവുക, അതിനെന്ത് ചെയ്യാൻ പറ്റുക? പൊതുവെ 6 സ്ത്രീകൾക്കും അധിക സ്ത്രീകൾക്കും ഈ പറയുന്ന പോലെ 6 7 ദിവസമായി അതിനെ പരിഗണിച്ച് എന്ത് ചെയ്യാം? ആ ദിവസങ്ങളിൽ ആ ദിവസം മാസത്തിലെ വരുന്ന രക്തത്തിൽ ഒരേപോലെയാണ് രക്തം വരുന്നത്, എന്തില്ല വേർതിരിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. പിന്നെ ഏതെങ്കിലും 7 ദിവസങ്ങൾ അല്ലെങ്കിൽ 6 ദിവസം ചെയ്യുക അയവായിട്ടുള്ള രീതിയിൽ ബാക്കിയുള്ള സമയങ്ങളിൽ ബുദ്ധിയുള്ളതായിട്ട് പരിഗണിക്കുകയും ചെയ്യുക. ഈ പറഞ്ഞതിൽ നിന്നുള്ള ഒലഹാസിൽ മൊത്തത്തിൽ മനസ്സിലാക്കപ്പെടേണ്ട കാര്യം അന്നൽ മുഅ്താദത തുറക്കുക ആദിയ, പതിവായിട്ടുള്ള രീതിയിലുള്ള സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവൾ എന്ത് ചെയ്യണം? അവരുടെ പതിവിലേക്ക് മടങ്ങണം. എന്ത് ചെയ്യണം? രക്തം വേർതിരിച്ച് മനസ്സിലാക്കാൻ പറ്റുന്നതായ സ്ത്രീ അവൾ എന്ത് ചെയ്യണം? ഈ പറയുന്ന വേർതിരിച്ച് കൊണ്ട് അമൽ ചെയ്യണം. അതായത് ഹൈദ് രക്തമാണെങ്കിൽ പോലുള്ള രക്തമാണെങ്കിൽ അതായത് പരിഗണിക്കണം, അല്ലെങ്കിൽ എന്ത് ചെയ്യണം? അല്ലാതായിട്ട് ഈ 2 അവസ്ഥയുമല്ല, ആളുകളില്ല, വേർതിരിക്കാൻ സാധിക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ 6 7 ദിവസം ഹൈദായിട്ട് മനസ്സിലാക്കണം. وفي هذا جمع بين السنن الثلاث الواردة عن النبي صلى الله عليه وسلم في المستحاضة. അപ്പോൾ ഈ വിഷയത്തിൽ 3 കാര്യത്തിൽ നബിയുടെ ഹദീസ് തെളിവുണ്ട്. 3 വിഷയത്തിൽ ആദ്യത്തുള്ള സ്ത്രീകൾ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ വേർതിരിച്ച് മനസ്സിലാക്കാവുന്ന സ്ത്രീകൾക്കുള്ള ഹദീസുണ്ട്, അതിനകത്തും ചെയ്തു. അപ്പൊ ഈ ഇത് മുഖേന നബിയിൽ നിന്ന് സ്ഥിരപ്പെട്ട് വന്നിരിക്കുന്ന എല്ലാ സുന്നത്തുകളും ചെയ്യാൻ ഒരുമിച്ച് കൂടാൻ സാധിക്കും. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പറഞ്ഞു, ഇങ്ങനെ ഹൈദ് രക്തത്തിന്റെ കാര്യത്തിന് ഹൈദാവാന്റെ തിരിച്ചറിയപ്പെടാൻ വേണ്ടിയിട്ട് എന്താണ് 6 അലാമത്തുകളുണ്ട്. ഇപ്പൊ ആദ്യത്തെ പറ്റി പറഞ്ഞല്ലോ പതിവ്, അതേപോലെ 6 അടയാളങ്ങളുണ്ട്. ഇമ്മൽ ആദത്ത്, ഒന്നുകിൽ ആദത്ത് എന്താണ് നേരത്തെ പറഞ്ഞതുപോലെ, പക്ഷേ ഇങ്ങനെ ആദത്ത് അഫ്ളൽ അലാമത്ത്, ആദത്താണ് എന്ത് ഏറ്റവും ശക്തമായ അടയാളമാണ്. ഒരാളുടെ ഹൈദ് സമയമാണ് തിരിച്ചറിയാൻ ഏറ്റവും പ്രധാനപ്പെട്ട അടയാളമാണ് ആദത്താണ്, പതിവാണ്. കാരണം എന്താണ്? അതുപോലെ സാധാരണ രീതിയിൽ വരിക ഹൈദ് രക്തമാണ്, ഹൈദിന്റെ സ്ഥാനമാണത്. അപ്പോ ഈ ആദത്ത് തെറ്റുമ്പോൾ എന്താണ്? ആദത്തിലേക്കാണ് മടങ്ങേണ്ടത്, അതാണ് കൂടുതൽ ചെയ്യുക. ആദത്തുള്ള സ്ത്രീയാണെങ്കിൽ ആ ആദത്തുള്ള ദിവസങ്ങളിൽ എന്ത് ചെയ്യുക? അതായിരിക്കും ആ സമയമായിരിക്കും ഉണ്ടാവുക, ഹൈദ് ഉണ്ടാവുക എന്നുള്ളതാണ് കൂടുതൽ ഫലം ഉള്ളതായി തെളിവ്. അതുപോലെ ഇമ്മ തമീസ്, രണ്ടാമത്തെ അടയാളം തമീസാണ്, വേർതിരിച്ച് മനസ്സിലാക്കുക എന്നുള്ളതാണ്. കാരണം ഈ കറുത്ത കട്ട പിടിച്ച ദുർഗന്ധം ഉണ്ടാക്കുന്നതായ രക്തം ഔലാഹിയുള്ള അത് ഹൈദാവുക എന്നുള്ളതാണ് കൂടുതൽ മനസ്സിലാക്കപ്പെടുന്ന കാര്യം. ചുവന്ന രക്തം എന്താണ്? അത് സാധാരണ രക്തമാണ്. എന്നാൽ ഹൈദ് രക്തമാണെങ്കിൽ എന്ത് ചെയ്യും? ഈ പറയുന്ന രീതിയിൽ അത് ഒഴുകുന്നതായിരിക്കും, കട്ടപ്പിടിച്ച് കിടക്കുന്നതായിരിക്കും. അതേപോലെ തന്നെ എന്താണ്? കറുപ്പായിരിക്കും, ദുർഗന്ധവും ഉണ്ടാകും. അതാണ് രണ്ടാമത്. മൂന്നാമത്തെ അടയാളം പറഞ്ഞത് അധിക സ്ത്രീകളുടെയും ആദത്തിലേക്ക് ആദത്തിനെ പരിഗണിക്കുക എന്നുള്ളതാണ്. 6 7 ദിവസം. കാരണം ഒറ്റപ്പെട്ട ഒന്നിനെ വ്യാപകമായി ഉള്ള ഒരു കാര്യത്തിലേക്ക് ചേർക്കുക എന്നുള്ളതാണ് അടിസ്ഥാനം. ഈ 3 കാര്യങ്ങളിലേക്ക് ചെയ്യുന്നത് സുന്നത്ത് ചെയ്യുന്നത് അറിയിക്കുന്നതാണ്. ഇവിടെ ഹദീസിൽ 3 കാര്യത്തിലേക്ക് വരുന്നത്. അതിനുശേഷം ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് ബാക്കിയുള്ള അലാമത്തുകളെ കുറിച്ച് പറയപ്പെടുന്ന അലാമത്തുകളെ കുറിച്ച് പറഞ്ഞിരിക്കുകയാണ്. وأصحاب الأقوال اعتبار العلامات التي جاء بها السنة وإلغاء ما سوى ذلك. ഏറ്റവും ശരിയായ
വാക്കുകൾ ഏറ്റവും ശരിയായത്, അഭിപ്രായങ്ങൾ ഏറ്റവും ശരിയായത് സുന്നത്തിൽ വന്നിരിക്കുന്ന ഈ പറയുന്ന 3 ആലാമത്തുകൾ ചെയ്യുക, പരിഗണിക്കുക, ഇതിനകത്ത് ജീവിക്കുക, വിട്ടുകളയുക എന്നുള്ളതാണ്. ഇതാണ് വിഷയത്തിൽ ചെയ്യേണ്ടത്. ഇനി പുസ്തകത്തായി യോഗരക്തമുള്ള സ്ത്രീ അത് വേർതിരിച്ച് മനസ്സിലാക്കേണ്ടത് എങ്ങനെയാണെന്ന് പറഞ്ഞു. ഇനി അവളുടെ ശുദ്ധിയുള്ള സമയമാണ് നമ്മൾ വിധിക്കുന്ന സമയമുണ്ടല്ലോ, ആ സമയത്ത് അവൾക്ക് നിർബന്ധമാകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ആ സമയത്ത് അവൾ എന്താണ് ചെയ്യേണ്ടത്? അപ്പൊ അവള് ഏത് വിധേനയാണോ എന്ത് ചെയ്യുന്നത്, ഹൈദ് രക്തം തിരിച്ചു തിരിച്ചറിയുന്നത്, അത് അവസാനിക്കുമ്പോൾ എന്ത് ചെയ്യുക? അവൾ കുളിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. ആദ്യമുള്ള സ്ത്രീയാണെങ്കിൽ ആ ദിവസം കഴിഞ്ഞ് എന്ത് ചെയ്യണം? കുളിക്കണം. തിരിച്ചറിയപ്പെടാൻ രക്തം കൊണ്ട് തിരിച്ചറിയുന്നതാണ് ആ രക്തത്തിന്റെ എന്താണ് വിശേഷണങ്ങൾ അവസാനിക്കുന്നു, വേറെ രക്തമാണ് വരുന്നത്, എന്ത് ചെയ്യണം? കുളിക്കണം. അതെല്ലാം ഒരേപോലുള്ള രക്തമാണ്, അറിയപ്പെടാൻ സാധിക്കാത്തതാണ്. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം? 6 അല്ലെങ്കിൽ 7 ദിവസം കഴിയുമ്പോൾ കുളിക്കണം. രണ്ടാമത് പിന്നെ ഓരോ നമസ്കാരത്തിന്റെ സമയത്തും ഈ ബുദ്ധിഭാഗത്ത് നിന്ന് വരുന്നതായ രക്തത്തെ നീക്കം ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഭാഗം കഴുകുകയും ചെയ്യണം ഓരോ നമസ്കാരത്തിന്റെ സമയത്തും. ഇതിന്റെ രക്തം പുറപ്പെടുന്ന സമയത്ത് സ്ഥലത്ത് ചെയ്യുക, ഓട്ടം വയ്ക്കുക, അതുകൊണ്ടത് പുറത്തേക്ക് വരുന്നതിന് ചെയ്യാൻ വേണ്ടിയിട്ട്, തടയാൻ വേണ്ടിയിട്ട്. രക്തം വീഴുന്നതിനെ തൊട്ട് തടുക്കാൻ വേണ്ടിയിട്ട് കെട്ടിവെക്കുക. എന്നിട്ട് ഓരോ നമസ്കാരത്തിന്റെ സമയം ഉപേക്ഷിക്കുമ്പോൾ ചെയ്യാൻ ചെയ്യുക, നമസ്കരിക്കുക. ഇതാണ് ചെയ്യേണ്ടത്. നിയമാധീനമായിട്ട് ഉള്ള ഇങ്ങനെ രോഗരക്തമുള്ള സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഈ ഹൈദുള്ള സമയത്ത് നമസ്കാരത്തെ അവൻ ചെയ്യട്ടെ, ഉപേക്ഷിച്ചിട്ട് എന്നിട്ട് കുളിച്ച് പിന്നെ ഓരോ നമസ്കാരത്തിന്റെ സമയത്ത് എന്ത് ചെയ്യട്ടെ? ചെയ്ത് നമസ്കരിക്കട്ടെ, കഴുകി ചെയ്ത് നമസ്കരിക്കട്ടെ എന്ന് പറഞ്ഞു. മറ്റു ഹദീസുകളാണ് ഞാൻ നിനക്ക് എന്ത് ചെയ്യാം പറയും, നിർദ്ദേശിക്കുന്ന ഒരു കാര്യം എന്താണ്? വട്ടം വയ്ക്കുക എന്നുള്ളതാണ്. ഹൃദയവിശുദ്ധമാക്കാൻ രക്തത്തെ നീക്കം ചെയ്യും. ചെയ്യും ഓരോ നമസ്കാരത്തിന്റെ സമയത്തും കഴുകുന്നു, കഴുകി എന്ത് ചെയ്യുന്നു? അവിടെ രക്തം വരാതിരിക്കാൻ വേണ്ടിയിട്ട് പാടുകൾ കേൾക്കുന്നു. ആധുനിക കാലത്ത് ലഭ്യമായ മെഡിക്കൽ പാടുകളുണ്ടാവും, അതൊക്കെ ഉപയോഗിക്കുന്നതാണ്, സാധ്യമാണ്. അത് ചെയ്യുന്നത് എന്ത് ചെയ്യുക? ഓരോ നമസ്കാരത്തിന് സമയം പൊതു നമസ്കരിക്കുക, ഇതാണ് ചെയ്യുന്നത്. ഇനി നിഫാസുമായി ബന്ധപ്പെട്ട അഹ്കാമുകളാണ്. മൂന്നാമതായിട്ട് والنفاس كالحيض فيما يحل كالاستمتاع منها بما دون الفرج. നിഫാസ് ഹൈദ് പോലെ തന്നെയാണ്. ഏത് കാര്യത്തിൽ? സ്ത്രീയുമായി ലൈംഗിക സുഖമെടുക്കുന്ന കാര്യത്തിൽ എന്താണ്? ലൈംഗിക ഭാഗത്തുകൂടി ചെയ്യാൻ പാടില്ല, വിദ്യാഭ്യാസത്തിന്റെ ഭാഗത്തുകൂടി ചെയ്യാൻ പാടില്ല, ഇസ്തിംതാഅ് ചെയ്യാൻ പാടില്ല, സുഖമെടുക്കാൻ പാടില്ല. ബാക്കിയുള്ളതെല്ലാം എന്താണ്? അനുവദനീയമാണ്. ഒഫീമായ അതേപോലെ തന്നെ ഹറാമാകുന്ന കാര്യത്തിൽ ഹൈദ് പോലെ തന്നെയാണ്. ഇതുപോലെ പറയുന്നു ഭാഗത്ത് ചെയ്യാൻ പാടില്ല, ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ പാടില്ല, അത് ഹൈദ് പോലെ തന്നെ ഇവിടെയും പാടില്ല. അതുപോലെ സോമി നോമ്പ് അവിടെ പാടില്ല, ഇവിടെയും പാടില്ല. ഒഫലാഖി നമസ്കാരം, നിഷിദ്ധമാണ്. ചെയ്യല്, ഖുർആൻ പാരായണം ചെയ്യല്, പള്ളിയിൽ താമസിക്കൽ, അതേപോലെ തന്നെ ഹൈദ് രക്തം നിലച്ചു കഴിഞ്ഞാൽ ചെയ്യണം, കുളിക്കണം. അതേപോലെ നിഫാസ് രക്തം നിലച്ചു കഴിഞ്ഞാൽ ചെയ്യണം, കുളിക്കണം. ഈ കാര്യങ്ങളിലെല്ലാം രണ്ടുണ്ടാകും, ഒരേപോലെയാണ്. അതേപോലെ തന്നെ നോമ്പ്
ഹൈദുകാരിയെ സംബന്ധിച്ചിടത്തോളം നഷ്ടപ്പെട്ടു പോയ നോമ്പ് തീരണം, പിടിച്ചു വീഴണം. അതേപോലെ തന്നെ നിഫാസുകാരിയാണെങ്കിൽ നഷ്ടപ്പെട്ടു പോയ നോമ്പ് തീരണം, പിടിച്ചു വീഴണം. നിഫാസ് എന്ന് പറഞ്ഞാൽ അത് ഒരു രക്തമാണ്. ഗർഭാശയം പ്രസവത്തിന് വേണ്ടിയിട്ട് ആ സമയത്തും അതിനുശേഷവും പുറത്തേക്ക് തള്ളുന്നതായ രക്തമാണിത് നിഫാസ്. ഗർഭകാലത്ത് എന്താണ് അവിടെ പിടിച്ചു വച്ചിരുന്നതായ രക്തത്തിന്റെ ബാക്കിയാണ് ചെയ്യുക. ഇങ്ങനെ പ്രസവത്തിന് ശേഷം പുറത്തേക്ക് തള്ളുക. ബഹുഭൂരിപക്ഷം ഒഴിവാക്കിയെടുക്കലും നിഫാസ് രക്തം എത്ര കാലം ഉണ്ടാകാം? 40 ദിവസമാണെന്നുള്ളതാണ്. ശിലാഫിന്റെ സാധ്യതയില്ല, 60 ദിവസമാണെന്നാണ്. എന്നാൽ ബഹുഭൂരിപക്ഷം ഒഴിവാക്കിന്റെ അഭിപ്രായം എന്താണ്? 40 ദിവസമേ കൂടിപ്പോയാൽ ഇതുണ്ടാവും, നിഫാസ് ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് തന്നെ എന്താണ് ഇമാം തുർമുദി റഹ്മത്തുള്ളാഹി പറയുന്നു, അജ്മഅ അഹ്ലുൽ ഇൽമി, ഉലമാക്കൾ ഏകോപിച്ചിട്ടുണ്ട്. من أصحاب النبي صلى الله عليه وسلم والتابعين ومن بعدهم, നബി സഹാബാക്കളിൽ താബഈകളിൽ ശേഷമുള്ളവർ, على أن النفساء صدق الصلاة 40 يوما, നിഫാസുള്ള പ്രസവരക്തമുള്ള സ്ത്രീകൾ 40 ദിവസം അവർക്ക് ചെയ്യാം, നമസ്കാരം ഉപേക്ഷിക്കാമെന്നുള്ളത്. ഇല്ല വലുതായി, അതിന് മുമ്പ് ശുദ്ധി കണ്ടാലൊഴികെ അതിന് മുമ്പ് ഒരാൾക്ക് എന്ത് ചെയ്തു? രക്തം നിലച്ചു വന്നാൽ എന്ത് ചെയ്യണം? കുളിച്ച് നമസ്കരിക്കണം. പൊതുവെ 30 ദിവസമോ 25-30 ദിവസമൊക്കെ ആകുമ്പോൾ രക്തം നിലയ്ക്ക് ശുദ്ധിയാകും. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യേണ്ടത്? കുളിച്ച് നമസ്കരിക്കേണ്ടതുണ്ട്. കൂടിപ്പോയ എത്ര വരെ പോകാവൂ? 40 ദിവസം വരെയാണ് പോകാവൂ. അപ്പോ പ്രസവരക്തമുള്ള സ്ത്രീയുടെ രക്തം 40 ദിവസത്തിന് മുമ്പ് ധരിച്ചാൽ പ്രസവരക്തം ചെയ്തു നിലച്ചു 10 ദിവസം കുളിച്ച് നമസ്കരിക്കണം. നിഫാസിന്റെ കാരണത്താൽ തടയപ്പെട്ട മാറ്റുള്ള കാര്യങ്ങളിലെല്ലാം ഏർപ്പെടാം. അതേപോലെ തന്നെ നമസ്കാരം ആരംഭിക്കണം. ഇനി 40 ദിവസം കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യണം? രക്തം പരിപാടിയിൽ എന്ത് ചെയ്യണം? നേരത്തെ പറഞ്ഞതുപോലെ ചെയ്യുക. ഇനി ഗർഭമുള്ള ഒരു സ്ത്രീ, ആ സ്ത്രീ എന്ത് ചെയ്തു? ഒരു പ്രസവിച്ചത് എന്താണ്? പൂർണ്ണമായ കുട്ടിയല്ല, പിന്നെയോ മനുഷ്യന്റെ രൂപം വ്യക്തമാകുന്ന ഒന്നിനെ മനുഷ്യ രൂപം ഉണ്ട്. മനുഷ്യന്റെ രൂപം ഏകദേശം ഉണ്ട്. അപ്പൊ അതിന് കൂടെ രക്തം ഒന്നിരുന്നുണ്ട്, പുറത്തു വരുന്നുണ്ട്. ഇത് കഴിഞ്ഞപ്പോ അതായത് ആരോഗ്യമുള്ള ചാർട്ടുണ്ടാകുന്ന എന്താണ് മരിച്ച അവസ്ഥയിൽ കുട്ടി പുറത്തു വന്നു. പക്ഷെ ഈ കുട്ടി വെറുതെ മാംസ കഷ്ണം മാത്രമല്ല, പിന്നെന്താണ് മനുഷ്യരൂപം വ്യക്തമാണ്. അങ്ങനെയാണെങ്കിൽ പല അവർക്കും എന്തിന്റെ നിയമങ്ങൾ ബാധകമാണ്? നിഫാസിന്റെ നിയമങ്ങൾ ബാധകമാണ്. പൊതുവെ ഗർഭസ്ഥ ശിശുക്കൾക്ക് മനുഷ്യന്റെ രൂപം അതിൽ പ്രകടമാവുക എപ്പോഴാണ്? ഗർഭമായിട്ട് 3 മാസം ആകുമ്പോഴാണ് പൊതുവെ ചെയ്യുക മനുഷ്യരൂപം വരിക. സമാനതയുമൻ, അത് ഏറ്റവും ചുരുങ്ങിയത് 81 ദിവസമാണ്. ഒരു ഇവിടെ ഉത്സവിച്ചത് വെറുതെ ഒരു രക്തക്കട്ടയാണ്, അല്ലെങ്കിൽ എന്താണ് മാംസം മാത്രമേ ഉള്ളൂ. മനുഷ്യന് പോകാമല്ല. അതിനുശേഷം വരുന്ന രക്തം പരിഗണിക്കില്ല, പരിഗണിക്കില്ല. പല നമസ്കാരം ഉപേക്ഷിക്കപ്പെടാൻ പാടില്ല, നോമ്പ് ഉപേക്ഷിക്കപ്പെടാൻ പാടില്ല, എന്നറിയണം ചെയ്യണം. നിഫാസിന്റെ ഇത് ബാധകമല്ല. നമുക്ക്
2 മിനിറ്റ് ഈ കൊടുത്തത് എത്ര മിനിറ്റ് അവിടെ ഇവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യം സൂചിപ്പിക്കുകയാണ്. ഒരു മസല കൂടിയിട്ട് അനിവാര്യമായി മനസ്സിലാക്കേണ്ടതാണ്. وَلِأَنَّ الْبَعْضَ مِنَ النِّسَاءِ قَدْ تَتَنَاوَلُ دَوَاءً لِمَنْعِ نُزُولِ دَمِ الْحَيْضِ حَتَّى تَتَمَكَّنَ مِنْ قِيَامِ رَمَضَانَ وَذَلِكَ ചില സ്ത്രീകൾ റമദാനിൽ നോമ്പനുഷ്ഠിക്കാൻ അല്ലെങ്കിൽ ഹജ്ജ് കർമ്മം ചെയ്യുമ്പോൾ പ്രയാസങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ചില മരുന്നുകൾ എഴുതും. ഇതിനു വേണ്ടിയിട്ട് രക്തം വരാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ കഴിക്കുന്ന മരുന്നുകൾ ചെറിയൊരു കാലയളവിലേക്ക് മാത്രം രക്തം നിലയ്ക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. പൂർണ്ണമായിട്ട് മുടക്കാറുള്ളതല്ല. ഇതിൽ പരാമർശിച്ചനാവില്ല, അത് കഴിക്കുന്നില്ല, കുഴപ്പമൊന്നുമില്ല. പൊതുവെ കഴിക്കാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ലത്. കാരണം അത് കഴിച്ചിരിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും പല പ്രയാസങ്ങളാണ് ചെയ്യുക. അത് മുഖേന അനുഭവത്തിൽ പല ആളുകൾ പറയുന്നവനെയാണ്. കഴിക്കാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ലത്. എന്നാൽ കഴിച്ചൊന്നുമില്ല, കുഴപ്പമില്ല. ഒരു മുത്തത്തിലേക്ക് ഒരു കാലയളവിൽ മാത്രമാണെങ്കിൽ ഈ ഹദീസ് പൂർണ്ണമായിട്ട് അത് ചെയ്യുന്നതാണ്, ഇല്ലാതെയാക്കി കളയുന്നതാണെങ്കിൽ ഭർത്താവിന്റെ അനുമതിയോട് കൂടെ അല്ലാതെ ചെയ്യുന്നില്ല പാടില്ല. അവന്റെ സന്താനങ്ങൾ ഉണ്ടാവുക ഉള്ളത് നിലച്ചു പോകും. അതുകൊണ്ട് ഭർത്താവിന്റെ അനുമതി എന്താണ് നിർബന്ധമാണ്. അവിടെ എന്താണ് പലമാകും ഇതിലൂടെ മരുന്ന് കഴിക്കാതിരിക്കലാണെന്ന് ഉചിതം എന്നുള്ളതാണ് പറയുന്നത്. പ്രത്യേകിച്ച് ഹജ്ജിന്റെ വേളകളിലെല്ലാം എളുപ്പമാണ് ഇസ്ലാം നൽകിയിരിക്കുന്ന നിയമങ്ങൾ. ഹറാം ചെയ്ത് മക്കയിലേക്ക് വരുമ്പോൾ കാബയിലേക്ക് ഹൈമുണ്ടായിട്ടുണ്ട്. അപ്പൊ അതിനുള്ള പരിഹാരങ്ങൾ ചെയ്തിട്ടുണ്ട്, സമർപ്പിച്ചിട്ടുണ്ട്. ഇതിന്റെ അവസാനം പറയാണ് ഹൈദിന്റെ ചില അഹ്കാമുകളാണ് പറഞ്ഞത്. മറന്ന ആരെയും മുഴുവൻ ചെയ്യാൻ വളരെ വേഗതയിലാണ് ആ വിഷയങ്ങൾ പറഞ്ഞത്. വിവരണങ്ങൾ വളരെ ധാരാളം സമയം എടുക്കുന്നതാണ്. വിഷയത്തിൽ എന്തെങ്കിലും സംശയമുള്ള ആളുകൾ അവിടെ അറിവുള്ള ആളുകളോട് അത് സംബന്ധിച്ച് മനസ്സിലാക്കുക എന്നുള്ളത് നിർബന്ധമാണ്. അപ്പോൾ അവർക്ക് അവരുടെ സംശയങ്ങൾ നീങ്ങാനുള്ളതായ കാര്യങ്ങൾ അവർക്ക് ലഭിക്കും. അള്ളാഹുവിന്റെ തോഫീക്കില്ല. ഇതാണ് ഹൈദുമായി ബന്ധപ്പെട്ട നിഫാസുമായി ബന്ധപ്പെട്ട വിവരണങ്ങൾ. ഇതോടുകൂടി കിതാബ് അത്വഹാറ ചെയ്തു അവസാനിച്ചു. നമസ്കാരവുമായി ബന്ധപ്പെട്ട കിതാബ്